പണിതീരാതെ ഉദ്ഘാടനങ്ങൾ നടത്തി പ്രശസ്തി നേടിയ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണത്. ശിലാഫലകങ്ങളുടെ നീണ്ട നിര കാണാമെങ്കിലും സംഗതി പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെറുതെ ചില ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിക്കാറുണ്ട്. ചിലതിൽ ആളുകൾ സന്തോഷിക്കും, ചിലത് ആളുകൾക്ക് അത്ര അങ്ങോട്ട് പിടിക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചെറുതോണി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ബ്രഹ്മാണ്ഡ ഉദ്ഘാടനങ്ങളാണ് ലഭിക്കുന്നത്. 2024 അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ ബസ് സ്റ്റാൻഡ് ഒന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസവും ഒരു KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും മന്ത്രി തന്നെ നിർവഹിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഒരു അനുവാദത്തോടെ ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഞാൻ നിർവഹിച്ചായി അറിയിക്കുന്നു. KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെയും ഡിപ്പോയുടെയും ഉദ്ഘാടനമാണ് ഈ കണ്ടത്. ഉദ്ഘാടകൻ മന്ത്രി KB ഗണേഷ് കുമാർ. എന്നാൽ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ KSRTC ഡിപ്പോയ്ക്ക് വേണ്ട കെട്ടിടമില്ല, മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. വാടകയ്ക്കെടുത്ത മറ്റൊരു കെട്ടിടത്തിലാണ് KSRTC ഡിപ്പോ പ്രവർത്തനം. KSRTC ഡിപ്പോയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന് ATO നിലവിലെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടെങ്കിലും പണി പൂർത്തിയാകാത്തതിനാൽ സാധിക്കില്ല എന്നായിരുന്നു മറുപടി. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡ് അത് പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് അതിന് ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുള്ളത്. പുതിയ ഭരണസമിതി വന്നപ്പോൾ തീർച്ചയായിട്ടും 4 പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മന്ത്രി റോഷി അഗസ്റ്റിനും ഇവിടുത്തെ LDF നേതാക്കളും കൂടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബസ് സ്റ്റാൻഡിനെ പറ്റി പൂർണ്ണമായി പഠിക്കുകയും നിലവിൽ അതിനകത്ത് ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല, പ്ലംബിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, അടിസ്ഥാനപരമായ വേസ്റ്റ് പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇതിൻ്റെ 4 പ്രാവശ്യം ഉദ്ഘാടനം ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പം ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഓരോ ഇലക്ഷൻ മുമ്പായിട്ട് ഓരോ ഉദ്ഘാടനം എന്നല്ലാതെ വേറൊന്നും ഇതിനകത്ത് പറയാനില്ല. അതിന് കൂട്ടു നിൽക്കാനായിട്ട് പുതിയ ഭരണസമിതിക്ക് താല്പര്യമില്ല. അങ്ങനെ രാഷ്ട്രീയ നാടകത്തോട്ട് കൂട്ടു നിൽക്കുന്ന ഒരു ഭരണസമിതി അല്ല നിലവിലുള്ളത്. 2018 പ്രളയത്തിലാണ് ചെറുതോണിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒലിച്ചുപോയത്. 2019 പണി തുടങ്ങിയ പുതിയ ബസ് സ്റ്റാൻഡിൽ ആദ്യ ഉദ്ഘാടനം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്. എന്നാൽ കൂട്ടത്തിൽ ഗംഭീരമായ ഉദ്ഘാടനം 2024 ഫെബ്രുവരിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. അന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത അതേ ബസ് സ്റ്റാൻഡ് വീണ്ടും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ജനുവരിയിൽ ജില്ലാ കളക്ടർക്ക് മന്ത്രി തന്നെ കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ ഉദ്ഘാടനങ്ങളുടെ കൂമ്പാരമാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഇടുക്കി അസംബ്ലിയിൽ ഈ നിയോജക മണ്ഡലത്തിൽ മന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു തുറമുഖവും ഒരു ഹെലിപ്പാഡും ഒരു വിമാനത്താവളം കൂടി പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തിനാണ് 24 ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡ് ഒന്നുകൂടി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് മന്ത്രി കളക്ടർക്ക് ലെറ്റർ കൊടുക്കുന്നത്? അങ്ങനെ ജനങ്ങളെ പറ്റിക്കേണ്ട ആവശ്യകത എന്താണ്? അപ്പോൾ ഇതെല്ലാം ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു തനി രാഷ്ട്രീയ നാടകമാണ്. യഥാർത്ഥത്തിൽ എണ്ണി നടത്തിയ ഉദ്ഘാടന പ്രഹസനങ്ങൾ, അങ്ങനെ വേണം ചെറുതോണി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന മഹാമഹത്തെ വിശേഷിപ്പിക്കാൻ. അല്ലെങ്കിൽ പിന്നെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് പണി പൂർത്തിയാകാതെ ഇക്കണ്ട ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയത്? നാട്ടുകാരുടെ ചോദ്യം ന്യായമാണ്. ഇനി ഒരൊറ്റ ഉദ്ഘാടനമേ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ഈ ബസ് സ്റ്റാൻഡിന്റെ എല്ലാ പണികളും പൂർത്തിയായതിനു ശേഷമുള്ളത് മാത്രം. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.